സ്വർണം കട്ടത് ആരെന്ന് നമുക്കറിയില്ലേ. അതന്നെ അതന്നെ. സ്വർണം കട്ടത് ആരാന്ന് അറിയണമെങ്കിൽ അവിടെ നിന്നിട്ട് മുകളിലേക്ക് നോക്കണം. നോക്കുന്നോ? നോക്കി മുകളിൽ ആരാണ്? സ്വർണം കട്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരില്ലയോ കട്ടത്? മുഖ്യമന്ത്രിയാണ്. അത് തന്നെ അയാളല്ല, പിന്നെ വേറെ ആരാ അറിയണ്ടേ? ആയിക്കോട്ടെ, മുഖ്യമന്ത്രി നമ്മളല്ലേ ആക്കിയത്. സ്വർണം കട്ടത് ആരാണെന്ന് അറിയണമെങ്കിൽ നേരെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് നടപ്പാത. ഇത് സെക്രട്ടേറിയറ്റിന് നേരെ മുൻവശത്തായിട്ടുള്ള പാതയിലാണ് ഇത് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഈ പറയുന്നത് പോലെ നേരെ നോക്കിയാൽ കാണുന്നത് LDFന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഫ്ലെക്സ് ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയൊരു ചിത്രമുള്ള ഒരു ഫ്ലെക്സ്. അതായത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ തന്റെ എതിരാളികൾക്കെതിരെ അല്ലെങ്കിൽ തന്റെ എതിർ മുന്നണികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണം സംഘടിപ്പിക്കാൻ ഇവിടുത്തെ ഓരോ മുന്നണികളും തയ്യാറാകാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പാട്ടുകളിലൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതികളിലൂടെയാണ് അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഓരോ തവണയും നടക്കാറുള്ളത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നത് എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പേരടി പാട്ട് ഉണ്ടാക്കിക്കൊണ്ട് ആയിരുന്നു സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള തരത്തിലുള്ള പാട്ട് തയ്യാറാക്കിയിട്ടായിരുന്നു UDFും BJPയും പ്രചാരണങ്ങൾ കൊഴുപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത്തവണ ഇതേ വിഷയത്തിൽ തന്നെ മറ്റൊരു വ്യത്യസ്തമായ രീതിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സൂചന. ഇതിപ്പോൾ ഇത് ആരാണ് ഇവിടെ കൊണ്ട് ഒട്ടിച്ചത് എന്നത് അറിയില്ല എങ്കിൽ പോലും UDFോ NDAയോ ആണ് എന്നുള്ള സൂചനകൾ ഉറപ്പാണ്. കാരണം ഈ എഴുതി ഒട്ടിച്ചിരിക്കുന്നതും നേരെ എറോമാർക്ക് പോകുന്നത് LDFന്റെ നേതൃത്വത്തിലായതുകൊണ്ട് എന്തായാലും സഖാക്കൾ ഇത്തരത്തിലൊരു പോസ്റ്റർ ഒട്ടിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എതിർ മുന്നണികളിൽ ആരോ ഒരാൾ ചെയ്തിരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി വ്യത്യസ്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ഇത് മാറുകയാണ്. എന്തായാലും ജനങ്ങളോട് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് കൂടെ ചോദിക്കാം. ഈ വരുന്നവരും പോകുന്നവരും ഒക്കെ ഈ താഴെ നോക്കുന്നുണ്ട്, നേരെ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ചേച്ചി ഇത് കണ്ടായിരുന്നോ? ശരി, എല്ലാരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്താ ചേട്ടാ അത്? സ്വർണം കട്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരില്ലയോ കട്ടത്? എന്നിട്ട് മുകളിലോട്ട് നോക്കാനാ പറയുന്നത്. കേറി നോക്കിയിട്ട് എന്താ കാണുന്നത്? തോന്നുന്നു ഇങ്ങനെ ഒരു സാധനം അവിടെ വെച്ചിട്ട് ഒന്നും കണ്ടില്ലേ? ഉത്തരം വേണോ? ഉത്തരം വേണമെങ്കിൽ അവിടെ കയറി നിന്നിട്ട് മുകളിലോട്ട് നോക്കണം. കണ്ടോ? സ്വർണം കക്കാൻ മറ്റാരും ഇല്ല, ഒരേ ഉള്ളു. അപ്പൊ ഈ എഴുതി ഒട്ടിച്ചത് അതും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ? ഈ എഴുതി ഒട്ടിച്ചത് അതും തമ്മിൽ ബന്ധമുണ്ടെന്നാണോ പറഞ്ഞിരുന്നത്? സംശയം വല്ലതുണ്ട്. അവരല്ലേ മറ്റാരുണ്ട് LDF അല്ലാതെ? ഉറപ്പാ. ഇത് ഇങ്ങനെ എഴുതി ഒട്ടിച്ചതിന്റെ പുറത്ത് എന്തായിരിക്കും ഉദ്ദേശം? നമ്മള് കണ്ടു പഠിച്ചു പോരാട്ടെ. അയാളെന്നെയാന്ന് ഉറപ്പാണ്. പിന്നല്ല, പിന്നെ മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് കാണുന്നത്. മുഖ്യമന്ത്രിയാണ്. അത് തന്നെ അയാളല്ല, പിന്നെ വേറെ ആരാ അറിയണ്ടേ? വേറെ ആരും അറിയാനില്ല. അയാളോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാൻ കാര്യം. ആര് വന്നാലും നമ്മളെ മുഖ്യമന്ത്രിയാണ്. ഒരാളിനെ പ്രതീക്ഷിച്ച് പറയാൻ പറ്റില്ല. ആര് വന്നാലും ജനത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ജനം ആർക്കോട്ടെ അവര് മുഖ്യമന്ത്രിയാണ് സ്വർണ്ണക്കള്ളൻ എന്നുള്ള രീതിയിലാണ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. അപ്പൊ അതിനോട് എന്ത് തോന്നുന്നു? അങ്ങനെ നോട്ടിച്ച് അങ്ങനെ കൂടാണ്ടോ നോട്ടിച്ചാണ് അങ്ങനെ നോട്ടിച്ചാണ്. മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് കാഴ്ച നടക്കില്ല. അവിടെ ഉദ്ദേശം പറയുന്നത് എന്ത് തോന്നുന്നു? ഇതെന്താ നോക്കാൻ ഇത്ര ക്യൂരിയോസിറ്റി വന്നേ? റോഡിൽ ഇങ്ങനെ ഒരു പോസ്റ്ററിങ് ഒട്ടിച്ചപ്പം തോന്നി എന്താണ് നോക്കാന്ന്. സത്യം തന്നെ, നല്ല കാര്യം തന്നെ. നമ്മളെ മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് കിടക്കുന്നത്. ആയിക്കോട്ടെ, മുഖ്യമന്ത്രി നമ്മളല്ലേ ആക്കിയത്. അത് നമ്മള് ശബരിമലയിൽ സ്ത്രീകൾ കയറിയപ്പോഴ് TV നോക്കിയപ്പോ ഒരു നിമിഷം തന്നെ എന്റെ ഫാമിലി പെണ്ണുങ്ങളെന്ന് അവര് നമ്മളെല്ലാം ഭയങ്കര വിഷമമായി പോയി. അത് നമ്മള് എന്തോ പെട്ടെന്നൊരു വൻ സംഭവം ഉണ്ടായത് പോകുമ്പോ ഉണ്ടായാലും തോന്നി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീകൾ നമുക്ക് അമ്മമാരെല്ലാം പെണ്ണുങ്ങൾ, പക്ഷെ കയറാൻ പാടില്ല എന്ന് വെച്ചാൽ കയറാൻ പാടില്ല. അത് പഴയ വിശ്വാസമാണ്.
അതിനെ തകർത്തു. അപ്പം തന്നെ നമ്മളൊരുമാതിരി പകുതി ഈ സ്വർണ്ണക്കൊള്ളയുടെ പിന്നിൽ LDF തന്നെയാന്ന് ഉറപ്പിച്ചു. ഒരു മാറ്റവും ഇല്ല. അവരെ നേതാക്കന്മാര് മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റിലെ അകത്ത് കിടന്നത്. അപ്പൊ അതൊരു സത്യമല്ലേ. പിന്നെ അവര് വേറെ ആരെങ്കിലും ചെയ്യുന്ന എന്ത് ചെയ്യും? ഇത്രേ ഉള്ളൂ. ചേട്ടാ ഇത് കണ്ടായിരുന്നോ? എനിക്ക് ഇത് നേരെ മുകളിലോട്ട് നോക്കിയാ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഏതാണ്ട് 18 വയസ്സ് മുതൽ വോട്ട് ചെയ്യുന്ന ആളാണ്. ഞാന് സർവീസൊക്കെ ആയിരുന്നു. എനിക്കിപ്പോ ഈ പൊതുവെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാര് എല്ലാവരും നല്ലതാണോ വെച്ചാൽ ആര് നല്ലതാണെന്ന് നമ്മൾ പൊതുവെ പറയും. പക്ഷെ ഇപ്പോ നമ്മൾ ഈ മാറിയും മറിഞ്ഞും LDFും UDFും വർഷങ്ങളായിട്ട് കേരളം ഭരിക്കുന്നു. എത്രയോ വർഷങ്ങൾ അല്ലയോ? എന്റെ കുഞ്ഞുനാളെ മതി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന ആകുമ്പോൾ ഞാൻ അടിയന്തര സമയത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. അപ്പൊ അങ്ങനെ മാറി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും LDF മാറുമ്പം പിന്നെ അങ്ങോട്ടും മാറി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് എന്ത് വന്നാലും അനുഭവിക്കുന്ന പൊതുജനങ്ങളായിട്ടുള്ളവർ, ഇടത്തരക്കാർ, വലിയവനും കുഴപ്പമില്ല, ഈ അറ്റത്തുള്ളവനും കുഴപ്പമില്ല. ഇന്ന് ജോലിക്കാരൻ വരുന്ന രാവിലെ പോയാനോ ഉച്ചവെച്ച് ഉറങ്ങുന്നത് 1000 രൂപ കിട്ടും, ചെലവും കിട്ടും. ഈ ഇടത്തരക്കാരനായിട്ടുള്ള ഞാൻ പെൻഷനറാണ്. എന്നെപ്പോലുള്ളവനൊക്കെ നമ്മൾ കണക്ക് കൂട്ടി ജീവിക്കുന്ന ഒരാളാണ്. കണക്ക് കൂട്ടി കൃത്യമായിട്ട് ഒരു അസുഖം വന്നാൽ നമ്മൾ പോയി അങ്ങനെ ജീവിക്കുന്ന ആൾ. നമുക്ക് ഇന്നത്തെ ഈ രാജ്യത്തെ ഈ വില കൂടുതൽ, ഏതിനും പറയുന്ന വില അല്ലയോ? ഫുട്പാത്തിൽ ഇരിക്കുന്നവൻ പറയുന്ന വിലക്ക് നമ്മൾ സാധനം മേടിക്കുന്നു. ഇതൊക്കെ വളരെ നിയമം വെറുതെ അങ്ങനെ കടലാസി മാത്രമേ ഉള്ളൂ. ഇത് പ്രചാരണ പത്രിക ഇറങ്ങിയായിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത് 10 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിന് മുമ്പ് UDFും പരിശോധിക്കുമ്പോൾ ഞാൻ ഇതാണ്. എന്റെ നാട്ടില് ഞങ്ങളുടെ MLA രമേശ് ചെന്നിത്തലയാണ്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് സാധാരണക്കാരന് സ്വൈര്യമായിട്ട് ജീവിക്കണം. മര്യാദക്ക് അമ്മയും ഇരിക്കട്ടെ പിള്ളേര നമ്മളെ ഭാര്യയും മക്കളൊക്കെ റോഡേ പോകുന്ന നമ്മൾ അവരുടെ സുരക്ഷിതത്വം. അല്ലാതെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. പേപ്പർ എടുത്ത് വായിച്ചാൽ TV തുറന്നാൽ മൊത്തം ഇത് തന്നെ പെട്ടും കൊലയും കൊലപാതകവും. നിയമം എന്ത് ചെയ്യും? ഈ സെക്രട്ടറിന്റെ വാദത്തിൽ തന്നെ നടക്കുന്നു. അത് തന്നെ പറഞ്ഞത്. നിങ്ങളിങ്ങനെ മാധ്യമക്കാർ പറയും, ഇത് തന്നെ പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. ഒരു മാറ്റം വേണം, അതാണ് എന്റെ ആവശ്യം. മാറ്റം തീർച്ചയായിട്ടും വേണം. ഈ 2 പേരിൽ നിന്ന് ഒരു മാറ്റം വേണം. അത് പാർട്ടിയെ പറഞ്ഞല്ലാതെ ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. നമുക്ക് അറിയണമല്ലോ നമ്മുടെ ജനത്തിന് അടുത്ത ആള് എന്ത് ചെയ്യുന്നു നമുക്കറിയണം. നമുക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാവോ? വേണ്ട, ശരിയല്ലേ? നമുക്ക് എല്ലാവർക്കും ഓക്കെ. താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതോടെ പോവും. സപ്പോർട്ടില്ലേ? ഇത് കണ്ടായിരുന്നോ? സ്വർണം കെട്ടത് ആരാന്ന് അറിയണമെങ്കിൽ നേരെ മുകളിലോട്ട് നോക്കായിരുന്നു. കണ്ടായിരുന്നോ? സ്വർണം കെട്ടത് ആരാന്ന് അറിയണമെങ്കിൽ അവിടെ നിന്നിട്ട് മുകളിലേക്ക് നോക്കണം. നോക്കുന്നോ? നോക്കി മുകളിൽ ആരാണ്? സ്വർണം കെട്ടത് ആരാന്ന് അറിയണമെങ്കിൽ നേരെ മുകളിലോട്ട് നോക്കണം. ആരാന്ന് അറിയണമെങ്കിൽ എല്ലാരും കള്ളന്മാരാണ്. ആരും നല്ലവരില്ല. മുഖ്യമന്ത്രിയുടെ നേരെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇപ്പൊ റോഡിൽ ആർക്കും എഴുതാലോ. അപ്പൊ മുഖ്യമന്ത്രിയുടെ നേരെ എന്ന് പറയാൻ പറ്റൂലല്ലോ. ഒരു പോസ്റ്റ് വേറൊരു മന്ത്രിയുടെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ആളുണ്ട്. അതൊന്നും അല്ല പ്രശ്നം. നമുക്ക് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇപ്പൊ പെട്രോളിന് ഡീസലിനൊക്കെ എന്താ വില എന്നറിയാമോ? ഈ 54 രൂപയ്ക്ക് ഓടിയ ഗ്യാസ് വണ്ടി ഇപ്പൊ 86 രൂപയാണ്. അപ്പൊ അതിനെന്തിനു വരും? വീട്ടിലെല്ലാം ഗ്യാസ് ഇല്ല. എന്തുമാത്രം ബുദ്ധിമുട്ടെന്നറിയാമോ? ഈ വിറവിന്റെ അടുപ്പിലെത്തി പുകയൊക്കെ കൊണ്ടിട്ട് ചിലവര് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അങ്ങനെ പുക ശ്വസിക്കാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഗ്യാസാണ് ആശ്രയിച്ചിരുന്നത്. ഇപ്പൊ ഗ്യാസിനൊക്കെ ഭയങ്കരമായ വിലയാണ്. 1 മാസം 1.5 മാസം കഴിഞ്ഞാലേ ഗ്യാസ് വില കിട്ടുള്ളൂ. അപ്പൊ ഭയങ്കരമായ ഇതാണ്. ഇപ്പൊ നമുക്കിപ്പോ ഈ ഗ്യാസിന് 86 രൂപ. നമ്മൾ 5 രൂപ 10 രൂപ കൂടുതൽ ഒരാളുടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ജനം മൊത്തം പറയും. ആട്ടോക്കാരൻ 10 രൂപ വാങ്ങിച്ച് 10. അപ്പൊ ഈ വില കൂടിയപ്പോ ആരെയും 5 രൂപ തരണം. മീറ്റർ അന്ന് ഇന്നും 30 തന്നെ, അത് 40 ആക്കിയ ഇല്ലല്ലോ. അപ്പൊ ഇതിനൊക്കെ ആര് സമാധാനം പറയും? നമ്മൾ 5 രൂപ വാങ്ങിച്ചാ നാട് മൊത്തം അറിയും, മറ്റേ മന്ത്രി വരെ അറിയും. തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയം ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവോ? മാറ്റം ഉണ്ടാവണം, ഇനിയും ഉണ്ടാവും. ആര് വരണം? ആര് വന്നാലും ജനങ്ങൾ നന്നായിരിക്കും, അത്രേ ഉള്ളൂ. സ്വർണം കെട്ടത് ആരെന്ന് നമുക്കറിയില്ലേ. മുകളിലോട്ട് നോക്കാനാ എഴുതി വെച്ചിരിക്കുന്നത്. അതന്നെ കറക്റ്റ് ആൻസർ. ഇവന്മാര് 5 കൊല്ലം കട്ട് മുടിച്ച് നമ്മളെ വീണ്ടും ഏതോ ഒരുമാതിരി അടിമത്തം പോലല്ലേ വീണ്ടും ചെന്ന് നമ്മൾ ചെയ്യുന്നത്. വേറെ വഴി നോക്കണം. മാറണോന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ മാറാൻ സാധ്യത കുറവാണ്. അങ്ങനല്ല, കേരളത്തിലെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ഇടതല്ലെങ്കിൽ വലത്. എന്റെ അച്ഛൻ കോൺഗ്രസ്, ഞാൻ കോൺഗ്രസ്.
എന്റെ അപ്പൂപ്പൻ കമ്മ്യൂണിസ്റ്റ്, ഞാൻ കമ്മ്യൂണിസ്റ്റ്, അല്ലാതെ മാറി ചിന്തിക്കുന്നില്ല. പിന്നെ യഥാർത്ഥ കാര്യങ്ങള് അവരുടെ അടുത്ത് എത്തുന്നില്ല. ഇവരുടെ ഈ PR സ്റ്റണ്ട് വഴി കിട്ടുന്നതാ ഈ മോന്തയിലെ എല്ലാരും കണ്ടോണ്ടിരിക്കുന്നത് 100 മീറ്റർ ഇടവിട്ട്. അപ്പൊ യഥാർത്ഥ കാര്യങ്ങള് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് കുറെ കാര്യങ്ങൾ അറിയാം. അല്ലാത്തവരൊക്കെ വിചാരിക്കണ ഈ പിണറായിയുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് കൊടുക്കുന്നു അവർക്ക് ക്ഷേമ പെൻഷൻ. എല്ലാവർക്കും ഈ പിച്ചക്കാശ് കൊടുക്കുന്നതാണോ ഭരണം? അവർക്ക് അന്തസ്സായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാനൊരു സാഹചര്യം ഒരുക്കണ്ടേ? ഈ ഭിക്ഷക്കാട് കൊടുക്കും, ഈ സമയത്ത് ഒരു കിറ്റ് കൊടുക്കും, തീർന്നു. ശരി, ഓക്കെ. നേരെ മുകളിലോട്ട് നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. മറ്റാരുണ്ട്? LDF അല്ലാതെ സ്വർണം കട്ടതാര്? മറ്റാരുണ്ടല്ലേ? മറ്റാരും അതാ. എല്ലാവർക്കും സ്വന്തമായി ഭൂമികൾ മറ്റാരുണ്ട്? LDF അല്ലാതെ. എന്താ സംഭവങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം കട്ടതും എല്ലാം നമ്മള് ജനങ്ങൾ കാണുന്നില്ലേ? ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് ജനം തീരുമാനിക്കണം. അതാണ് ഇവിടുത്തെ രീതി. പിന്നെ ഒരാളുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ജനം എന്താണെന്നുള്ള തീരുമാനിക്കണം. ജനം തീരുമാനിച്ചാല് അതിന്റെ നേർവഴിക്ക് ആരും ഇവിടെ മുഖ്യമന്ത്രിയാവും തീരുമാനിക്കണം. അതാണ് ഇവിടുത്തെ സത്യാവസ്ഥ.